സ്വരാജ് SFIയിലൂടെയും DYFIയിലൂടെയും അതിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിലൂടെ വന്നൊരാളാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയാണെങ്കിൽ എല്ലാവർക്കും അദ്ദേഹം നിലമ്പൂരുകാരനാണ് എന്നറിയാം. സ്വരാജിനെ എല്ലാവർക്കും അറിയെങ്കിൽ നിലമ്പൂരുകാരനാണ് എന്നുള്ള രീതിയിലല്ല സ്വരാജിനെ കാണുന്നത്. അപ്പോൾ ഒരു പൂർണ്ണമായിട്ടും നിലമ്പൂർ കേന്ദ്രീകരിച്ച ഒരാളും ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ജന്മനാട്ടിൽ വന്ന് മത്സരിക്കുന്ന അങ്ങനെ ഒരു പോരാട്ടം എന്തെങ്കിലും ഒരു തദ്ദേശീയമായ ഒരു ഗുണം UDF സ്ഥാനാർത്ഥിക്ക് കിട്ടുമോ? നിങ്ങൾ UDF സ്ഥാനാർത്ഥിനെ എന്തിനാണ് ഇങ്ങനെ വില കുറച്ച് കാണുന്നത്? അദ്ദേഹത്തെ നിലമ്പൂരിൽ മാത്രം നിങ്ങൾ ഒതുക്കിയിടണോ? അദ്ദേഹം ഇതിന് പുറത്തൊക്കെ അറിയുന്ന ആളാണ്. എനിക്കങ്ങനെയാ തോന്നുന്നത്. നിങ്ങൾ അദ്ദേഹത്തെ ഈ നാട്ടിൽ മാത്രം അറിയുന്ന ഒരാളാണെന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. എനിക്കതിനോട് യോജിപ്പില്ല. പിന്നെ UDF സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ട് വളരെ കാലമായി എനിക്ക് അടുത്ത പരിചയവും സൗഹൃദവും ഉള്ള ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ ആ നിലയിലുള്ള ഒരു ബന്ധമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ട് പോലുമുണ്ട്. വളരെ പഴയ ഒരു കഥയാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ അങ്ങനെ അപരിചിതരല്ല ഞങ്ങൾ. നിലമ്പൂരിന്റെ LDF സ്ഥാനാർത്ഥി സ്വരാജാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള യാത്രയിലാണ്. ഈ നിലമ്പൂരിലേക്കുള്ള യാത്ര ആദ്യമല്ല, പക്ഷെ ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സ്ഥാനാർത്ഥിയായിട്ടുള്ള ആദ്യ യാത്ര, അത് എങ്ങനെയാണ് ഈ നാട്ടിലേക്കുള്ള യാത്രയുടെ ഒരു ഫീല്? അങ്ങനെ വ്യക്തിപരമായ ഒരു അനുഭൂതിയുടെയോ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ അങ്ങനെ വ്യക്തിപരമായ ഒരു നിലയിലല്ല കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുൻപ് നടക്കുന്ന ഒരുപക്ഷെ ഏക ഉപതെരഞ്ഞെടുപ്പായിരിക്കും. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ജനങ്ങൾ ആ പ്രാധാന്യത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും എല്ലാം ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന LDF ഗവൺമെന്റിന് ഒരു മൂന്നാം ഊഴം ലഭിക്കുന്നതിന്റെ നാന്ദിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് താങ്കൾ സൂചിപ്പിച്ച പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അടുത്ത സർക്കാരിന്റെ ഒരു വിലയിരുത്തലാണ്. അടുത്ത 2 തെരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് മാത്രമല്ല, വ്യക്തിപരമായും അങ്ങേക്ക് വലിയ നേട്ടമാണ്. അത് പരാജയമാണെങ്കിൽ സ്വാഭാവികമായും അതിന്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. എന്നിട്ടും ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണ്, അടുത്ത മൂന്നാം ഊഴത്തിന്റെ ഒരു തുടക്കമാണെന്ന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യ ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം ആവർത്തിക്കുകയാണ്. ഇത് നിങ്ങൾ വ്യക്തിപരമായി അല്ല വിലയിരുത്തേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പിലെ ജയപരാജയം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ഇതല്ല. ജയിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ നേട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തിപരമായ നേട്ടം? ഒരാൾ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നത് തന്നെ വ്യക്തിപരമായ ചെറുവൃത്തങ്ങൾക്ക് പുറത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ്. ലോകത്തിന്റെ വിശാലതകളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് ഒരാൾ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നത്. പിന്നെ നമ്മൾ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളോ വ്യക്തിപരമായ എന്തെങ്കിലും പ്രത്യേകതകളോ നമ്മുടെ മനസ്സിൽ അങ്ങനെ കടന്നു വരേണ്ട കാര്യമില്ല. അങ്ങനെ വരാനും പാടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും എന്ന ആത്മവിശ്വാസം, ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണമാണ്. നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ സമീപിച്ചു നോക്കൂ. അവരിൽ വ്യത്യസ്ത ചിന്താഗതിക്കാരുണ്ടാവും. ഞങ്ങളെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും, പരിഭവിക്കും. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ടൊന്നും ചെയ്യില്ല. എങ്കിലും അവരോട് സംസാരിച്ചാൽ അറിയാം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കേരളം ഭരിക്കാൻ നല്ലത് LDF ആണ് എന്ന ബോധ്യമുണ്ട്. ആ ബോധ്യം വന്നത് ഈ കഴിഞ്ഞ 9 വർഷത്തെ അനുഭവങ്ങളിലൂടെയാണ്. ഇതൊരു അവകാശവാദമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ഇപ്പോൾ കേരളത്തിൽ പവർ കട്ടില്ല. നമുക്കെല്ലാവർക്കും അനുഭവമാണല്ലോ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. എന്നാൽ UDF ഭരിക്കുമ്പോഴോ ഒടുവിൽ ആദ്യം അരമണിക്കൂറും പിന്നീട് 1 മണിക്കൂറുമായിരുന്നു പവർ കട്ട് കേരളത്തിൽ. വ്യവസായങ്ങൾക്ക് 100% പവർ കട്ടായിരുന്നു. പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും നാടായിരുന്നു കേരളം. അപ്പോൾ കോൺഗ്രസ് നിലപാടിലുള്ള ഒരാൾ എന്നിരിക്കട്ടെ, രാഷ്ട്രീയമായി അദ്ദേഹം വിയോജിച്ചേക്കാം. പക്ഷേ UDFന്റെ പഴയ ഭരണകാലം തിരിച്ചു വരണം എന്നവരാരെങ്കിലും ആഗ്രഹിക്കുമോ? പവർ കട്ട് വേണം എന്നാഗ്രഹിക്കുമോ? ആഗ്രഹിക്കില്ല. അതാണ് മാറ്റം. ഇത് ഞാൻ ഒരു മാറ്റം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതൊരുപാട് മേഖലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ഷേമ പെൻഷൻ, സ്കൂളുകളുടെ വികസനം, ആശുപത്രികളുടെ വികസനം,
ജനങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന മറ്റൊട്ടേറെ കാര്യങ്ങൾ. ഇതിലൊക്കെ ഈ മാറ്റങ്ങളെ സ്വീകരിക്കുന്നവരും അതിനെ പിന്തുണയ്ക്കുന്നവരുമാണ് സാധാരണക്കാരായ മനുഷ്യർ. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഈ പവർ കട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഈ പവർ കട്ട് ഈ നിലമ്പൂരിന്റെ തന്നെ ജനപ്രതിനിധി വൈദ്യുതി മന്ത്രി ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി ആയിരുന്ന സമയത്താണ് ഈ ലോഡ് ഷെഡിങ്ങും പവർ കട്ടൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നത്. അത് നിലമ്പൂരുകാരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണോ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ അത് ഓർമ്മപ്പെടുത്തിയതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനത് വ്യക്തിപരമായിട്ടല്ല കാണുന്നത്. ഇപ്പൊ വ്യക്തിപരമായി ആ മന്ത്രിയുടെ ഒരു കുറവൊന്നും ഞാൻ കാണുന്നേ ഇല്ല. ഞാൻ അങ്ങനെ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ UDF ഗവൺമെന്റിന്റെ കാലത്ത് ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞില്ല, അത് വസ്തുതയാണ്. അതിന്റെ ഒരു കാരണം കൊച്ചി ഇടമൺ പവർ ഹൈവേ അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. ആ ഫയലിൽ അത് അപ്രായോഗികമാണ്, അത് പൂർത്തിയാക്കാനാവില്ല എന്ന് എഴുതി അവസാനിപ്പിച്ചു. LDF ഗവൺമെന്റ് വന്നപ്പോൾ ആ ഫയൽ പൊടിതട്ടിയെടുത്തു, ഇച്ഛാശക്തിയോടെ അത് പൂർത്തിയാക്കി. കൊച്ചി ഇടമൺ പവർ ഹൈവേ ഇപ്പോൾ യാഥാർത്ഥ്യമായി. മറ്റൊട്ടേറെ ചെറുകിട വൈദ്യുത പദ്ധതികൾ യാഥാർത്ഥ്യമായി. ആ പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ കാര്യക്ഷമമായ ഒരു പ്രവർത്തനം UDF ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയില്ല. അത് മന്ത്രിയുടെ മാത്രം വ്യക്തിപരമായ ഒരു കുറവാണെന്നൊന്നും നമ്മൾ പറഞ്ഞുകൂടാ. എനിക്ക് അങ്ങനെ ഒന്നും അഭിപ്രായമില്ല. ഈ എം സ്വരാജ് SFIയിലൂടെയും DYFIയിലൂടെയും അതിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിലൂടെ വന്നൊരാളാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയാണെങ്കിൽ എല്ലാവർക്കും അദ്ദേഹം നിലമ്പൂരുകാരനാണ് എന്നറിയാം. എം സ്വരാജിനെ എല്ലാവർക്കും അറിയെങ്കിൽ നിലമ്പൂരുകാരനാണ് എന്നുള്ള രീതിയിലല്ല എം സ്വരാജിനെ കാണുന്നത്. അപ്പോൾ ഒരു പൂർണ്ണമായിട്ടും നിലമ്പൂർ കേന്ദ്രീകരിച്ച ഒരാളും ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ജന്മനാട്ടിൽ വന്ന് മത്സരിക്കുന്ന അങ്ങനെ ഒരു പോരാട്ടം, എന്തെങ്കിലും ഒരു തദ്ദേശീയമായ ഒരു ഗുണം UDF സ്ഥാനാർത്ഥിക്ക് കിട്ടുമോ? നിങ്ങൾ UDF സ്ഥാനാർത്ഥിനെ എന്തിനാണ് ഇങ്ങനെ വില കുറച്ച് കാണുന്നത്? അദ്ദേഹത്തെ നിലമ്പൂരിൽ മാത്രം നിങ്ങൾ ഒതുക്കിയിടണോ? അദ്ദേഹം ഇതിന് പുറത്തൊക്കെ അറിയുന്ന ആളാണ്. എനിക്കങ്ങനെ തോന്നുന്നത്. നിങ്ങൾ അദ്ദേഹത്തെ ഈ നാട്ടിൽ മാത്രം അറിയുന്ന ഒരാളാണെന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. എനിക്കതിനോട് യോജിപ്പില്ല. പിന്നെ UDF സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ട് വളരെ കാലമായി എനിക്ക് അടുത്ത പരിചയവും സൗഹൃദവും ഉള്ള ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ ആ നിലയിലുള്ള ഒരു ബന്ധമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ട് പോലുമുണ്ട്. അത് വളരെ പഴയ ഒരു കഥയാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ അങ്ങനെ അപരിചിതരല്ല ഞങ്ങൾ.